ഇനി എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കംഫർട്ട് സോണിൽ തന്നെ സ്റ്റേ ചെയ്യാനായിട്ട് തോന്നുന്നത്? അതിൻ്റെ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് വെച്ചാൽ നോ റിസ്ക്. നമുക്ക് ഈ ഒരു കംഫർട്ട് സോണിൽ റിസ്ക് ഇല്ല. നമുക്കിപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. ഒരു 2 വർഷം മുമ്പ് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഞാൻ രാവിലെ ഒരു 2 മണി 3 മണിക്കൊക്കെ 3 മണിക്ക് വരെ എണീറ്റിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഒരു ടൈമിൽ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഫോൺ നോക്കാം, ബാക്കി എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. കാര്യങ്ങളെന്ന് വെച്ചാൽ ഗെയിം കളി, അങ്ങനെ ഫുൾ ഗെയിം കളി, ഫ്രീ ഫയർ എന്ന് പറഞ്ഞ ഗെയിമിൽ ഞാൻ അഡിക്റ്റ് ആയിരുന്നു ആ ടൈമിൽ. സോ അങ്ങനെ കളിച്ച് എന്തെങ്കിലും വിശക്കണമെങ്കിൽ മാത്രം അടി വന്ന് ഫുഡ് കഴിക്കും. അതിൻ്റെ ഇടയിൽ അങ്ങനെ റിസ്ക് കാര്യങ്ങളൊന്നുമില്ല. നോ റിസ്ക് ഫ്രീ ആയിട്ടുള്ള ലൈഫായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഫെയിലിയർ ഉണ്ടാവില്ല. നമുക്കിപ്പോൾ എന്തെങ്കിലും ചാലഞ്ചസ് നമ്മൾ ഏറ്റെടുത്താലേ നമുക്ക് ഫെയിലിയർ വരുള്ളൂ. ചാലഞ്ചസ് ഏറ്റെടുക്കാൻ ഞാൻ റെഡിയല്ല. ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് ഗെയിം കളി, ഫുഡ് കഴിക്കാം, പിന്നെ വിശക്കുമ്പോൾ പിന്നെയും ഫുഡ് കഴിക്കും, അതുപോലത്തെ ഗെയിം കളിക്കും. അങ്ങനത്തെ ഒരു ലേസി ലൈഫ് സ്റ്റൈലിൽ എനിക്ക് അവിടെ ഫെയിലിയർ എന്ന് പറയാനില്ല. ഞാൻ അതിൻ്റെ സെയിം സാധനം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോകണം. അപ്പോൾ അതിൻ്റെ ഫെയിലിയർ നമുക്ക് വരില്ല. അതുപോലെ തന്നെ സ്ട്രെസ് ഫ്രീ ആണ്. കാരണം എനിക്കൊന്നും നോക്കാനില്ല, ഇതിപ്പോൾ ജസ്റ്റ് കളിക്കുക, അതിൻ്റെ സ്ട്രെസ് ഇല്ല. കൂട്ടുകാരന്മാരായിട്ട് ജസ്റ്റ് ചില്ലിങ് മാത്രമേ ഉള്ളൂ. ഓൺലൈനിലൂടെയുള്ള ഗെയിം കളിക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഇല്ല. സോ നമുക്ക് ആ ഒരു സോണിൽ നമുക്ക് 100% തന്നെ കംഫർട്ടായിട്ട് തോന്നും. അതുകൊണ്ടാണ് നമ്മുടെ ബ്രെയിൻ നമ്മുടെ അടുത്ത് പിന്നെയും പറയുന്നത് ഈ ഒരു കംഫർട്ട് സോണിൽ തന്നെ നിൽക്കാനായിട്ട്.